ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് കുരുമുളക് ഇട്ടിട്ട് നല്ല നാടൻ ടേസ്റ്റിൽ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 400 grams ലിവറാണ് എടുത്തേക്കണേ. ഇത് ചിക്കൻ്റെ ലിവറാണ്. നിങ്ങൾക്ക് മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ ലിവർ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ഇത് ഇതേപോലെ വലിയ പീസാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഒരുപാട് ചെറുതാക്കരുത്, ഇല്ലെങ്കിൽ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ലിവറൊക്കെ പൊടിഞ്ഞു പോകും. ഇത് മഞ്ഞളും വിനീഗറൊക്കെ പുരട്ടി 5 minutes വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്ത ലിവറാണിത്. ഇനി അതിലേക്കുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനു വേണ്ടി 1 teaspoon കുരുമുളക് എടുക്കുക, 1 tablespoon മുഴുവൻ മല്ലി എടുക്കുക, 1 teaspoon പെരിഞ്ജീരകം എടുക്കുക, 2 വറ്റൽമുളക്, പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂവും. അപ്പം ഇതെല്ലാം എടുത്തൊരു ചീഞ്ചട്ടിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായി ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇതേപോലെ. ഇനി ഈ പൊടിയുടെ 1/4 ഭാഗം കഴുകി വെച്ച ലിവറിലേക്ക് ചേർക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഈ കുറച്ച് പൊടി മൂടി വെക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവും. ഇനി ഈ ലിവറിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 1/2 hour വെക്കുക. ഈ ഒരു സമയത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി 10-15 ചെറിയുള്ളി എടുക്കുക. ഇതിൽ ചെറിയുള്ളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം. പിന്നെ ഒരു മീഡിയം സവാള, ഒരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളകും. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കുക, ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കുക. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 2-3 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 teaspoon പെരിഞ്ജീരകം പൊട്ടിക്കുക. ഒരു വറ്റൽമുളക് ചേർക്കുക, കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. അതായി വരുമ്പോൾ അതിൽ നിന്ന് വറ്റൽമുളകും കറിവേപ്പിലയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 minute വഴറ്റുക. അപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി മിക്സ് ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി വരണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ലിവർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ മാറ്റി വെച്ച കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുക. ഫ്ലെയിം മീഡിയം ടു ലോ വെച്ചോളൂ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. പിന്നെ ഇത് ചിക്കൻ്റെ ലിവറായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കത് കുക്കാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1/2 glass വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും വെള്ളം ചേർത്തിട്ടില്ല. അതേപോലെ അത് അത്യാവശ്യം നന്നായി വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ലിവറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ലിവറിന് നന്നായി കോട്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറേ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതേപോലെ ചേർക്കുമ്പോൾ നല്ല മണവും ഫ്ലേവറൊക്കെ ഉണ്ട്.
പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു അടിപൊളി ടേസ്റ്റാണ്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ലിവറിൻ്റെ കൂടെ കുരുമുളക് ചേർക്കുമ്പോൾ ഒരു അടിപൊളി ഫ്ലേവറാണ്. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ്റെ ലിവർ റോസ്റ്റ് റെഡിയാണ്. അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറ്റൽമുളകും വേപ്പിലയൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.